നമസ്കാരം. അങ്ങനെ പി വി അൻവറിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളം പൂശിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തിറങ്ങി. സത്യത്തിൽ ഇപ്പോഴാണ് ആ ഫോറം തികഞ്ഞത്. ആദ്യം തന്നെ പി വി അൻവറിനെ ന്യായീകരിച്ചുകൊണ്ട്, ആ അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട്, പി വി അൻവറിനെ പുകഴ്ത്തി അടിച്ചുകൊണ്ട് വി ഡി സതീശൻ നടത്തുന്ന പ്രതികരണം നമുക്കൊന്ന് കാണാം. വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും. അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിനു പകരം ആ സമരത്തിന് എം.എൽ.എക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എം.എൽ.എയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് എം.എൽ.എയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, മുരളീധരൻ, ഇവരുടെ എല്ലാം, അതുപോലെ തന്നെ സുധാകരൻ, ഇവരുടെ എല്ലാം ഈ തള്ളലും പുകഴത്തലും വെള്ളപൂശലും ഒക്കെ കഴിഞ്ഞു. അവസാനം സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആ പ്രതികരണം നടത്തി കഴിഞ്ഞപ്പോൾ, പൊന്ന് സതീശ, നിങ്ങളെ ആലോചിച്ച്, നിങ്ങളെ ഓർത്ത് സഹതാപവും പുച്ഛവും മാത്രമാണ് തോന്നുന്നത്, വേറൊന്നും കൊണ്ടല്ല. ഇപ്പോ ഈ പറയുന്ന പി വി അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എല്ലാ UDF നേതാക്കളും പി വി അൻവറിനെ പിന്തുണ കൊടുക്കുകയാണ്. പി വി അൻവറാണ് ശരി, പി വി അൻവർ ഒരു സത്യം മാത്രം പറയുന്ന ഒരാളാണ് എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഒരു സംശയം, വി ഡി സതീശനെതിരെ പി വി അൻവർ നിയമസഭയിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. 150 കോടിയുടെ അഴിമതി, പുനർജനി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി, അതുപോലെ തന്നെ ആ കർമ്മ ന്യൂസിന്റെ മുതലാളിയുമായിട്ടുള്ള ചില വ്യവസായ ചില ബിസിനസ് സംഗതികൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ അതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ വി ഡി സതീശ? ഈ പറയുന്ന അൻവർ സത്യം മാത്രം പറയുന്ന ഒരാളാണെങ്കിൽ അതുമൊക്കെ അംഗീകരിച്ചു കൊടുക്കട്ടെ. ഇവരുടെയൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയാണ്. പി വി അൻവർ എന്ന് പറയുന്ന ഈ നിലമ്പൂർ MLA ഭരണപക്ഷത്തിന്റെ ഒരു ഭാഗമായിരുന്നു. പെട്ടെന്ന് എങ്ങനെയാണ് ഇദ്ദേഹം ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ കോടാലിയായി മാറിയത്, അതായത് സർക്കാരിനെതിരെ തിരിഞ്ഞത് എന്നൊക്കെ ചോദിച്ചാൽ ആ സ്ക്രിപ്റ്റ്, അതായത് സർക്കാരിനെ ആക്രമിക്കാനുള്ള, മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള സ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും. അല്ലെങ്കിലും KPCC എവിടെ നാടകം നടത്തിയാലും ഇത് തന്നെയാണ് അവസ്ഥ. അതാണ് നമ്മളിപ്പോൾ അൻവറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ മേളമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ. നട്ടാൽ കുരുക്കാത്ത പെരും കള്ളമല്ലേ ഒരു ഭരണകക്ഷി MLA ആയിരുന്ന അൻവർ നടത്തിയത്. അവസാനം സർക്കാരിനും പാർട്ടിക്കും മനസ്സിലായി ഇയാൾ വർഗവഞ്ചകനാണെന്ന്, ഇയാൾ പ്രതിപക്ഷത്തിന് വേണ്ടി കുരയ്ക്കുന്നയാളാണെന്ന്. അവസാനം LDF തന്നെ ഒഴിവാക്കി, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. എത്ര നുണയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഒക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഞാൻ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവസാനം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. അൻവർ പറഞ്ഞതിൽ 99% നുണയും തള്ളും, 1% മാത്രമേ വാസ്തവം ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ചില മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ പി വി അൻവറിനെ ആഘോഷമാക്കി മാറ്റി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ നടത്തിയ ആരോപണങ്ങളിൽ, പരാതികളിൽ പോലീസ് അന്വേഷണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ എന്താണ് തെളിയിച്ചത്? പി വി അൻവർ പെരുനുണയാണ് പറയുന്നത് എന്ന് തന്നെയാണ് തെളിയിച്ചത്. എന്തുകൊണ്ട് പി വി അൻവർ പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ വിഷയങ്ങളൊക്കെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. അന്വേഷണങ്ങൾ നടത്തിയത് പിണറായി വിജയന്റെ പോലീസല്ലേ, അജിത് കുമാറിന്റെ പോലീസല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ വാസ്തവം പുറത്തു വരാത്തത് എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി പോലീസിന് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസിന്റെ ആത്മവീര്യം തകർക്കാനുള്ള ശ്രമമാണ് ഈ പറയുന്ന പി വി അൻവർ നടത്തിയത്. എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളും നടത്തി. ആ അന്വേഷണങ്ങളിലൊന്നും ഒരു രീതിയിലുള്ള ഈ അൻവർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ശരിവെക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒരു തെളിവ് പോലും അൻവറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. ഇദ്ദേഹത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന മാധ്യമപ്രവർത്തകർ, മാധ്യമങ്ങൾ തന്നെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി, താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടെന്ന്. ഇല്ല എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞത്. അങ്ങനെ ഒന്ന് ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പി വി അൻവർ നടത്തിയ ശ്രമം അവസാനം അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലച്ചു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി ഉന്നയിച്ചിട്ടും ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിലേക്ക് എത്താനുള്ള ആ ഒരു ഗ്രാഫ് ഉയർന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പി വി അൻവർ പിടിപ്പിക്കപ്പെട്ടപ്പോൾ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചാരണങ്ങളും സതീശനും സംഘത്തിനും വേണ്ടിയാണെന്ന്
മൊത്തം പരക്കെ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാധ്യമങ്ങളും ചോദിച്ചു, വി ഡി സതീശ അൻവർ UDF-ലേക്ക് വരുമോ എന്ന്. പുള്ളിയുടെ കാര്യം പറയണ്ട എന്നൊക്കെ പറഞ്ഞു. എല്ലാ കോൺഗ്രസ്സുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അന്നേ എല്ലാവരും ഒരേ രീതിയിൽ പറയുന്നത് കേട്ടപ്പോഴേ തോന്നിയതാണ് ഇതൊക്കെ സ്ക്രിപ്റ്റ് ആണെന്ന്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം, വയനാടിലും പാലക്കാടും ചേലക്കരയിലും ഒക്കെ നടന്നു. അവിടേക്ക് എന്താണ് സംഭവിച്ചത്? അൻവർ ഒരു ലുട്ടിലൊടുക്ക് പാർട്ടി രൂപീകരിച്ചു, DMK. ആ സംഘടന അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ആദ്യം പാലക്കാടിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥി അവിടുന്ന് പിൻവലിച്ചു. പിന്നീട് ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തി. കാരണം അവിടെ UR പ്രദീപിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം, ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നടന്നില്ല. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചില കടത്തലുകളും ഒക്കെ നടത്തിക്കൊണ്ട് DMK എന്ന് പറയുന്ന സംഘടന UDF-നെ ജയിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി നോക്കി. അവസാനം കെട്ടിവെച്ച കാശ് പോലും DMK-ക്ക് കിട്ടാത്തായപ്പോൾ UDF-ന്റെ ഒരു കാര്യം മനസ്സിലായി. PV അൻവറിനെ ജനങ്ങൾ മടുത്തിരിക്കുന്നുവെന്ന്, വെറുത്തിരിക്കുന്നുവെന്ന്. PV അൻവർ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു, സർക്കാർ പറഞ്ഞതാണ് ശരിയെന്ന് ജനം മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് എന്തായാലും ഇവർക്ക് മനസ്സിലായിരിക്കുന്നു. ഇപ്പൊ എന്താണ് കാണുന്നത്? പെട്ടെന്ന് എല്ലാവരും രംഗത്തേക്ക് വരുന്നില്ല. ഇന്നലത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അതായത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു, പോലീസുകാരെ കൈകാര്യം ചെയ്തു, ഇതൊക്കെയാണ് അൻവറിനെതിരെയുള്ള കേസ്. അല്ലാതെ ഒരു ജാഥ നടത്തിയതിന്റെ പേരിലല്ല. അപ്പൊ ഒരു ജാഥ നടത്തിയതിന്റെ പേരിലാണ് കേസ് എന്ന രീതിയിലൊക്കെയാണ് VD സതീശൻ സംഘവും സംസാരിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത് PV അൻവറിനെ എന്നാണ് മനസ്സിലാകാത്തത്. ഇത്രയധികം ഭയന്നുകൊണ്ട് ഈ പറയുന്ന അൻവറിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് എന്നെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. വേറെ ഒന്നുകൊണ്ടല്ല, PV അൻവർ വലുതൊക്കെ തുറന്നു പറഞ്ഞാൽ പെട്ടുപോകും കോൺഗ്രസ് എന്ന് നന്നായി VD സതീശനും സംഘത്തിനും അറിയാം. അല്ലെങ്കിൽ ഇന്നലെ വരെ ഈ പറയുന്ന അൻവറിനെ ആട്ടി ഓടിച്ച് അൻവറെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു നടന്ന ഇവരൊക്കെ, ഇത് UDF-ന്റെ അധ്യക്ഷനടക്കം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ പാതിരാത്രി തന്നെ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നു എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് അൻവറിനെ ഭയക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരെയും കൂട്ടി വെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അതായത് ഭരണപക്ഷത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഈ ശ്രമങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇരട്ടത്താപ്പുകളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. UDF-ലേക്ക് വരുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ VD സതീശന് ഒരു പ്രതികരണമുണ്ട്. അതുകൂടി ഒന്ന് കാണാം. UDF അല്ലേ തീരുമാനിക്കേണ്ടത്? UDF-ൽ ഒരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ആലോചിക്കും. ഇനി എന്തിനാണ് പ്രത്യേകിച്ച് UDF-ലേക്ക് ക്ഷണിക്കുന്നത്? ഈ പിന്തുണ തന്നെ സത്യത്തിൽ ഒരു ഐക്യദാർഢ്യമല്ലേ? ഈ പിന്തുണ തന്നെ അയാൾക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയല്ലേ? അപ്പോ എന്താണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ നടക്കാൻ പോകുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അൻവർ എന്തൊക്കെ ശ്രമം നടത്തിയാലും അടുത്ത തവണ നിലമ്പൂരിൽ രക്ഷയുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, ഈ അൻവർ ഇപ്പോൾ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാട്ടവും ഈ നാടകവും എന്തിനാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. ഈ DMK എന്ന് പറയുന്ന സംഘടന ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഒരു പിന്തുണ അവിടെ ആവശ്യമാണ്. സഖാക്കൾ ഒരു മനുഷ്യൻ ഇയാളെ സപ്പോർട്ട് ചെയ്യില്ല എന്നറിയാം. സഖാക്കൾ ഇയാളെ തോപ്പിച്ച് കളയുമെന്ന് ഭയമുണ്ട്. അതുകൊണ്ടാണ് അൻവർ ഇപ്പൊ ഇമാതിരി നാടകമൊക്കെ കളിക്കുന്നത്. അൻവർ ഈ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സഖാക്കളുടെ വോട്ട് കിട്ടിയല്ലേ ഇദ്ദേഹം ജയിച്ചത്. ഇദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നേരിടുമായിരുന്നല്ലോ. എന്തുകൊണ്ട് നേരിടുന്നില്ല? അയാൾക്ക് തന്നെ അറിയാം അയാൾ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ പൊട്ടി ചിന്നി ചിതറിപ്പോകുമെന്ന്. അതിന് അവിടെ ലീഗിന്റെ പിന്തുണ ആവശ്യമാണ്. എന്തായാലും ലീഗിലെ നേതാക്കളൊന്നും കാര്യമായ പിന്തുണ PV അൻവറിന് കൊടുക്കാത്ത സാഹചര്യമുണ്ട്. മറ്റുള്ള നേതാക്കളൊക്കെ, അതായത് UDF-ന്റെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തുന്ന പ്രതികരണത്തിൽ ചില ലീഗിന്റെ നേതാക്കന്മാർക്ക് അതൃപ്തിയുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ലീഗിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടി ആ പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതിലൊക്കെ വ്യക്തത വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ അൻവറുമായിട്ടുള്ള ചങ്ങാത്തമാണ് അതിലേക്ക് നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് കാണാം. ഈ അവരായിട്ട് പണ്ടേ ബന്ധമുണ്ടെന്നുള്ള തരത്തില് മുന്നണിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അത് നിഷേധിക്കേണ്ട കാര്യമില്ല. ഞാൻ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അന്ന് നിങ്ങൾ ആരും ചോദ്യം ചോദിച്ചില്ല. അപ്പൊ നിങ്ങളുടെ കൂടെ നിന്നാൽ, CPM-ന്റെ കൂടെ നിന്നാൽ മതേതരവാദികൾ, CPM-നെതിരായാൽ വർഗീയവാദികൾ, അത് എന്ത് പരിപാടിയാണ്? ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ടെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ VD സതീശൻ ഒഴിഞ്ഞു മാറുന്നു കണ്ടോ? അല്ലെങ്കിൽ സതീശൻ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ SDPI പ്രകടനം നടത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഒഴിഞ്ഞു മാറിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല. പറയുന്നത് പ്രവർത്തിക്കാത്ത ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പറയാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്, UDF എന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നാടകം കളിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് ഒരുമാതിരി നെറികെട്ട പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു പ്രതിപക്ഷം എനിക്ക് തോന്നുന്നു ഒരു സംസ്ഥാനത്തും കാണില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിഷയത്തിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള നിലപാടില്ല. ഇപ്പൊ തന്നെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ സർക്കാരിനെതിരെയാണ്. സത്യത്തിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ കേന്ദ്രത്തിന് മാത്രമേ പറ്റൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോ ആ വസ്തുതകൾ അങ്ങനെയിരിക്കെ ഇവരുടെ എം പിമാരാണല്ലോ ഈ പറയുന്നത് പോലെ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള 18 എം പിമാരും അവരുടെ തലയിൽ അത് ഇരുത്തി പോലെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതൊക്കെ സർക്കാരിന്റെ ബാധ്യതയാണ്, സർക്കാരാണ് ഇത്തരത്തിൽ വന്യജീവികളെ കെട്ടഴിച്ചു വിടുന്നത് എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കുകയാണ്. എത്രയോ തവണയാണ് കേന്ദ്രത്തിന് മുമ്പിൽ ഈ സർക്കാർ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചത് വന്യജീവികളെ പ്രതിരോധിക്കാൻ വേണ്ടി, ആ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോഴൊക്കെ അത് തിരസ്കരിക്കുന്ന ഒരു നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഇവിടുന്ന് പോയ കോൺഗ്രസിന്റെ എം പിമാർ അത് തിരസ്കരിച്ചപ്പോഴും ആ പാർലമെന്റിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് അതൊക്കെ നടപ്പിലാക്കണം, ആ പദ്ധതികൾ ആവശ്യമാണ്, കേരളത്തിന് ഈ പറയുന്നത് പോലെ വന്യജീവികളെ പ്രതിരോധിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നും സംസാരിച്ച് നമ്മൾ കേട്ടതേയില്ല. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ 4 കോലും കുത്തി അതിനകത്ത് ഒരു പ്രകടനവും ഒരു സമരവും ഒക്കെ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അഭിനയം മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് എന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രവർത്തിച്ച് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിന് ഇടത് സർക്കാർ തന്നെ വേണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.